ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പണ്ട് കേടുവന്ന നന്നായി. നമുക്കിനി എല്ലാ ദിവസവും ഇതുവഴി നടന്ന് സ്കൂളിൽ പോയാൽ മതി. അയ്യോ, അപ്പോ മോൾക്ക് വയ്യാതെയാവില്ലേ? ഇത് എക്സസൈസ് അല്ലേ? എന്നാ ഓക്കെ, അത്രയും പെട്രോൾ കാശ് ലാഭിക്കാം. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് ഈ കൊച്ചിനെയാ. നീ എങ്ങാനും ഞങ്ങളുടെ വഴിക്ക് വന്നാ നിന്നെ ഞങ്ങൾ തീർക്കും. മര്യാദയ്ക്ക് ഇവിടെ ഇവിടെ ഇട്ടിട്ട് പൊക്കോ. ഇവർക്ക് എന്നെയല്ലേ വേണ്ടത്? ആന്റി രക്ഷപ്പെട്ട് അമ്മയെ വേഗം വിവരം അറിയിക്കേ. അതെങ്ങനെ മോളെ ശരിയാവുന്നേ? നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലടി. ആന്റി വേഗം പൊയ്ക്കോ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മയെ പെട്ടെന്ന് വിവരം അറിയിക്കണേ. എന്റെ അമ്മ ഈ നാട്ടിലെ കമ്മീഷണറാ. എന്നെ തൊട്ട എന്താ സംഭവിക്കുന്നറിയോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മ ഞങ്ങൾ പറയുന്നത് അനുസരിക്കും, അത്രേ ഉള്ളൂ. നിനക്കൊന്നും നാണമില്ലേ? 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ 3 പേര് വന്നിരിക്കുന്നു. അയ്യേ, ധൈര്യം ഉണ്ടെങ്കി ഒറ്റയ്ക്ക് വാടാ. അവളുടെ നിപ്പ് കണ്ടില്ലേ? നമ്മളൊക്കെ അവളിപ്പോ ഇടിച്ചിടും. ആ, ഇടിച്ചിടും. വാടാ, ധൈര്യം ഉണ്ടെങ്കി വാ. അയ്യോ, എനിക്ക് പേടിയാവുന്നടാ. വാ, വാടാ. വാടാ. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. എന്റെ കയ്യിൽ നിന്നെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നിന്റെയൊക്കെ നട്ടൽ ഞാൻ ഇടിച്ചൊടിച്ചേനെ. ഈ പ്രതീക്ഷയോടെ കളിച്ച ഇങ്ങനെ ഇരിക്കും. ഹലോ, ഹായ് ജികെ. എന്തായിരുന്നു മോളുടെ ധൈര്യം? അവന്മാരൊക്കെ പേടിച്ച് ഓടി. ഇതൊക്കെ എന്ത്? ഞാൻ ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. എവിടെ നിന്ന്? ഓൺലൈൻ വീഡിയോ കണ്ടിട്ടാ. ഓ, എന്റെ ബോക്സിംഗ് കണ്ടപ്പോ അവര് പേടിച്ചു കാണും. ഞാൻ നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അത്ര പേടിയുള്ളവരൊന്നും ഈ പണിക്ക് ഇറങ്ങരുത്. ശരിയാ, ഗുണ്ടകൾക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ നടക്കുന്നവര്. ആ, അതൊക്കെ പോട്ടെ ജികെ, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? അയ്യോ, ഇപ്പൊ ജികെക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ മോളെ മുകുന്ദന്റെ അടുത്ത് കൊണ്ടുവിടാം. അവനോട് മോൾക്ക് ഐസ്ക്രീം വാങ്ങി തരണോന്ന് പറയാം. ഓക്കേ. അല്ല, ജികെ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട് മോളെ.